ചിറ്റൂരിൽ കാണാതായ 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം കണ്ടെത്തി. 21 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് വീടിന് സമീപത്തെ കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മുതലാണ് കുട്ടിയെ കാണാതായത്. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്ത RJD അംഗത്തെ സസ്പെൻഡ് ചെയ്തു. രജനി തെക്കേത്തയ്യലിനെതിരെയാണ് RJD നടപടിയെടുത്തത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയതിനുമാണ് നടപടി. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മുന്നണി ധാരണ തെറ്റിച്ച രജനി തെക്കേത്തയ്യൽ UDF ജനകീയ മുന്നണി സ്ഥാനാർത്ഥി കോട്ടയിൽ രാധാകൃഷ്ണനാണ് വോട്ട് ചെയ്തത്. ഇദ്ദേഹം ജയിക്കുകയും ചെയ്തിരുന്നു. ശബരിമലയിൽ ഈ മണ്ഡലകാല സീസണിൽ ലഭിച്ചത് റെക്കോർഡ് വരുമാനം. ആകെ 332.77 കോടി രൂപയാണ് വരുമാനമായി ലഭിച്ചത്. കാണിക്ക, അപ്പം, അരവണ, മുറിവാടക, കുത്തകലേലം അടക്കമുള്ള വരുമാനമാണിത്. 83.17 കോടി രൂപയാണ് കാണിക്കയായി ലഭിച്ചത്. കഴിഞ്ഞ വർഷം 80.25 കോടി രൂപയായിരുന്നു കാണിക്കയായി ലഭിച്ചത്. ചേർത്തല നഗരത്തിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബേക്കറിക്ക് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്കാണ് സംഭവം. വയലാർ റെയ്ഹാൻ മൻസൂറിന്റെ ഉടമസ്ഥയിലുള്ള 5 സ്റ്റാർ ബേക്കറിക്കാണ് തീപിടിച്ചത്. ബേക്കറിയുടെ മുകൾ ഭാഗത്തുള്ള ബോർമയിൽ നിന്ന് തീ പടർന്ന് ഗ്യാസ് സിലിണ്ടറിലേക്ക് പിടിക്കുകയായിരുന്നു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പരത്തി. ചേർത്തല അഗ്നിശമന സേനയുടെ 3 യൂണിറ്റുകളെത്തി 1 മണിക്കൂർ പരിശ്രമിച്ചാണ് തീ അണച്ചത്. ആളപായമില്ല. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലുള്ള MLA ഓഫീസിനെ ചൊല്ലി ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖയും വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തും നേർക്കുനേർ. ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയണമെന്ന് VK പ്രശാന്തിനോട് കൌൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടു. അതേസമയം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ ഓഫീസ് ഒഴിയുമെന്ന് VK പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ലെന്ന് VK പ്രശാന്ത് പറഞ്ഞു. കോർപ്പറേഷൻ സെക്രട്ടറിയോ മേയറോ ആവശ്യപ്പെട്ടാൽ ഒഴിയുക തന്നെ ചെയ്യുമെന്നും VK പ്രശാന്ത് കൂട്ടിച്ചേർത്തു.